നേരത്തെ അപ്പൊ ചാർജ് പോയി താജ്മഹലിന്റെ ബാക്കി സംഭവം ഒന്നും കാണിക്കാൻ താജ്മഹലിൽ അഭിനയം ചെയ്യിപ്പിച്ച പ്രധാന സാധനമുണ്ട് എല്ലാം പോയി. ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ കുറെ സാധനം മേടിച്ചു. എത്രയാ 30 സാധനം, എത്രയാ 200 സാധനം 100 അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കുറെ സാധനം മേടിച്ചത് ബാർഗെയിൻ ചെയ്തിട്ട്. ചാർജ് റൂമിന് വന്ന് ജസ്റ്റ് കുറച്ചേരം റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഫുഡ് കഴിക്കാൻ പോയെടുത്തോന്നാ അറിയില്ല. ഫുഡ് കഴിക്കാൻ താഴത്തേക്ക് ചെയ്യുന്നതാണ്. ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ എത്തിയിട്ട് വേണം. ഓക്കെ, ഹോട്ടലിൽ എത്തിയിട്ട് കഴിക്കാൻ എത്തിയിട്ട് മലബാർ കിച്ചൺ എല്ലാവരും ഫുഡ് ആ ശരിയായ വ്ളോഗറാ. ശരിയായ വ്ളോഗ് വരുമ്പോ കാണാം. ചെയ്താകോ തലയും പാലും ഇല്ലാത്ത വ്ളോഗ് ആയിരിക്കും. തണിക്കുന്നുണ്ട്. ഓടാ കോൾപ്ലാമർ കക്കേന്റെ സ്റ്റോറി ആയിട്ടേ ഗൈസ്. ഫുഡ് കുറച്ച് നല്ല റൈസും ചിക്കൻ കറിയും സാലഡും. റൈസും ചിക്കൻ കറിയും സാലഡും തിന്നിട്ടും വരും. തിന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അല്ല കാണില്ല. ഓക്കെ, ചിക്കൻ്റെ ഒരു ചെറിയ കഷ്ണം വെക്കുക. ചിക്കൻ ഒരു ചെറിയ കഷ്ണം, കുറച്ച് കറി, ചൂൺ സാലഡ് കുഴക്കുക, എടുക്കുക. പക്ഷേ ഫുഡൊക്കെ ഉണ്ട്. അടിപൊളി. ഇനി മുന്നോട്ട് ഇതാണ് കിട്ടിയാൽ മതി. അല്ല അത്രേ ഉള്ളു. ബ്രോ ആണ് നമ്മളെ പാക്കേജർ. ബ്രോ എങ്ങനെയുണ്ട് നമ്മളെപ്പോൾ ഉള്ള ടൈം? വൺ ഡേ ഫസ്റ്റ് ഡേ കേരള ഫുഡ് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? എനിക്കെങ്ങനെ എനക്കും കുഴപ്പമില്ല. എന്നുവെച്ചാല് നമുക്ക് കേരള ഫുഡുമായിട്ടൊരു അനുഭവം ഉണ്ടാവും. കുഴപ്പമില്ലാണ്ട് പോയി. ഫുഡ് ഒക്കെ രക്ഷയില്ല മോനെ. റൈസ് പിടിച്ചിട്ടില്ല, കറി കിട്ടില്ല. കേരള ഫുഡാണെങ്കിൽ കേരളത്തിലല്ലാത്തോണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എന്നാലും നൈസാണ്. കിടന്നുറങ്ങണം. എല്ലാവരും സമയം നമ്മള് ഡൽഹിന്റെ തെരുവീതികളിലേക്ക് രാത്രി നടന്നു പോവുകയാണ്. എന്തോ ഒരു സ്ഥലം അറിയില്ല. ഞാനുണ്ട്, അശ്വനുണ്ട്, അത്രയുണ്ട്. നേരത്തെ പിള്ളേരൊന്ന് വള്ളി വിളിച്ചു പറയുന്നുണ്ട്. അറിയില്ല മുത്തേ. ജസ്റ്റ് വെറുതെ ഇങ്ങനെ നടക്കാം. രാത്രി ഇങ്ങനെ കുറച്ചേരം നടക്കുക. നോക്കാം നമുക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് എന്തും കണ്ടിരിക്കും ഇപ്പൊ അറിയിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളു. എന്നാ അങ്ങോട്ടേക്ക് പോവാം. ഒരു മുട്ടക്കട, ഓംപ്ലേറ്റ് കട.
ഒരു ഓപ്പറേറ്റ് വീഡിയോ എത്തിക്കുന്നു. വീഡിയോ അച്ഛനെ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ? ഫസ്റ്റ് ഡേ അടിപൊളിയാണ്. സെക്കൻഡ് ഡേ മുതലാണ് ഡൽഹി അങ്ങോട്ട് ഫുഡ്. നാളെയും കൂടിയും മലയാളി ഫുഡ് കിട്ടും തോന്നുന്നു. അവരങ്ങനെ പാക്കറ്റുകാർ പറഞ്ഞ നാളെയും കൂടി മലയാളി ഫുഡ്. അതിനുശേഷം പിന്നെ അടുത്ത ഡൽഹി ബാക്കിയുള്ള മണാലി കിട്ടൂല. മണാലിന്ന് കിട്ടില്ല. മണാലി കിട്ടൂല. അവിടുത്തെ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. നാളെ ഡൽഹിയിൽ മലയാളി ഫുഡ് കാര്യങ്ങളും കിട്ടും. നോക്കാം നാളത്തെ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇന്ന് നൈസ് വരും. ഫോർട്ടിൽ പോയി, പിന്നെ താജ്മഹലിൽ പോയി. താജ്മഹലിൽ പോയെടുത്ത് ഫോണ് ഓഫായി, സ്വിച്ച് ഓഫ് ആയി. ഇതിന്റെ കുറെ സാധനം കിട്ടുക, കുറെ നൈസ് സംഭവങ്ങളുണ്ട്. കാണാൻ മാത്രമുള്ളത് ഇല്ലായിരുന്നു. ഒന്നും വേണ്ട, വന്ന വഴിയാടാ. ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ എടുത്തു വെക്കാം. വീഡിയോ നോക്കിട്ട് ബാക്കോട്ടേക്ക് പോവാ. തിരിച്ചു വരാൻ നോക്കി എല്ലാത്തിനും എന്താ വഴിയാ പോവാ. ലൊക്കേഷൻ പോലും ഇല്ല, ഹോട്ടലിന്റെ പേര് പോലും അറിയില്ല നമ്മളെ. അത്യാവശ്യം നല്ല എവിടെയും അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും കാണില്ല. സൈഡിലെല്ലാം നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സംഭവം കാണിച്ചാ, സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു വെറൈറ്റി സംഭവം. മുകളിലും ഉണ്ട്, താഴെ ഇത് ഓട്ടയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ട്യൂബ് വെച്ചിട്ടാ. അതൊരു വെറൈറ്റിയാണ്, കേരളത്തിൽ ഇല്ലാത്തൊരു സാധനം. വെറൈറ്റി വെറൈറ്റി. കുതിര കുതിര, ഏയ് കുതിര കുതിര കുതിര. സൗണ്ട് കിട്ടുന്നുണ്ടാവുമ്പോ, മൈക്കില്ലാത്തോണ്ട് സൗണ്ട് കിട്ടാൻ സാധ്യത കുറവാ. നോക്കാം. മുട്ട മുട്ട മുട്ടക്കള 2 മുട്ടായി മേടിച്ച് 500 രൂപ ചേഞ്ച് ആക്കി. 500 രൂപയ്ക്ക് 2 മുട്ടായി. ഐ ലവ് ആഗ്ര. ആഗ്ര തന്നെയല്ലേ വായിക്കാം. അതെ അതെ, ആഗ്ര. ഐ ലവ് ആഗ്ര. പൈസ ഇപ്പൊ പാർക്കാത്തത്, പാർക്കിന്റെ ഉള്ളിൽ കയറാൻ പൈസ കൊടുക്കണം. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ആരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് വെള്ളരെ കേറിയിട്ടുണ്ട്. അരെ അതാരാ? അമിത് ആര്? ആഭ്യന്തരമന്ത്രി ആയിട്ടുണ്ട്. എനിക്കല്ലേ ഫോട്ടോ എടുക്കണ്ടേ? ആ നിക്ക് പോയിട്ട് വ്ളോഗെല്ലാം കട്ടിയാ. അവളിങ്ങനെ പോകുന്നുണ്ട്, എന്താവോ എന്തോ. ഫോട്ടോ എടുക്കാൻ വിചാരിച്ച സ്പോട്ടിൽ അവിടെ 2-3 ആൾക്കാരൊക്കെ വന്ന് കുത്തിയിരുന്നു കളഞ്ഞു. ഒന്ന് റൗണ്ട് അടിച്ചിരുന്നു. റൗണ്ട് അടിച്ചിട്ട് ഫോട്ടോ എല്ലാം എടുക്കാം. ടൈം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ 10 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും ചിലപ്പോ. 10 മണിക്ക് ക്ലോസ് ചെയ്താ. ആ രാവിലെ 4 മണിക്ക് എണീക്കണം. 5 മണിക്ക് വണ്ടിയുടെ അടുത്താണ് ആറുന്നത്. ഫ്രഷ് ആയിട്ട് 5 മണി നേരം വണ്ടിയുടെ അടുത്തെത്തിയിട്ട് ഡൽഹിയിലേക്ക് പോകും. ഡൽഹിയിൽ പിന്നെ അടുത്ത സ്പോട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ 4 മണിക്ക് തന്നെ എണീക്കണം, ഫ്രഷ് ആയിട്ട് 5 മണിക്ക് ചെയ്യണം. എന്തോ കുത്തബ്മിനാർ പോലത്തെ എന്തോ സാധനം. അപ്പുറത്ത് വണ്ടി എടുത്തത്, അപ്പുറം പോണ്ടത് എടുത്താൻ വരെയുള്ളൂ. ഇവിടെ വേലി കെട്ടിട്ടുള്ളത്. പാർക്കിൽ കുറെ ആൾക്കാരുണ്ട്, കപ്പിൾസ്. അതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. കപ്പിൾസ് കുറെ ഉണ്ട്. അയ്യോ
സെക്യൂരിറ്റി വന്നു പക്ഷെ എങ്കിലും ഒന്നും ചോദിച്ചിട്ടോ വേറിട്ടൊന്നുമില്ല. നമ്മൾ വ്ളോഗ് ഷിൻരാജ് 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 സുഹൃത്ത് കൂടി വലിച്ചു വിടുന്നു. സുരുട്ടെ സുരുട്ടെ ഇവിടെ ഫുള്ള് ചെറിയ ചെറിയ വണ്ടിയിനകത്ത് ഫുഡും കാര്യങ്ങളും. ഇതാഗ്രം ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ഈസ്റ്റ് ഗേറ്റ് മറയിലെ ലൈറ്റ് ലൈറ്റിലോട്ട് സെറ്റ് ആക്കി തരുമോ? അയ്യോ അയ്യോ ആ തുടങ്ങുന്നേന് വിളിച്ചോ വിളിച്ചോ. വേറെ എന്നിടെ പറയാൻ മാത്രമൊന്നും ഇല്ലല്ലോ. അതാ നേരത്തെ കണ്ട കുത്തബ് മിനാർ കാണിച്ചതാ. അതിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അതിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കുത്തബ് മിനാർ കുത്തബ് മിനാർ. ബസ്, ഡൽഹിയിലെ ബസ്. ഓയ് ഇതാ നേരത്തെ കണ്ട സാധനം ഇതാ. ഓഫ് ലൈറ്റ് ഉണ്ട്. അയ്യോ നല്ല ലൈറ്റുള്ള സാധനം. ഇതിന്റെ മട്ടൻ നമ്മൾ കഴിക്കാത്തത് ഇതെല്ലാം കഴിക്കാം. റോഡിന്റെ സൈഡിലെല്ലാം ഫുള്ള് നല്ല നേരെ പോവാ. ചെടിയെല്ലാം ഉണ്ട് കേട്ടോ. അതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. നല്ല ഉണങ്ങിപ്പോ ഒന്നും ചെയ്യാത്ത പൂവലുണ്ട്. പൂ ഇതെന്നാ തിരിച്ചടക്കാം, തിരിച്ചടക്കാം, തിരിച്ചടക്കാം. ലൊക്കേഷൻ വെച്ചാൽ നമ്മളോട് എത്തിപ്പോയി എത്തിപ്പോയിരുന്നുള്ള തിരിച്ചു പോവാ വയ്യായിക്ക്. ലൊക്കേഷൻ ലൊക്കേഷൻ മാറ പോലെ പോലെ തിരിച്ചാണോ അങ്ങനെ നോക്കാൻ വേണ്ടിട്ടാ. പൊട്ടം ദേവത നല്ല കടലാസ് പോയി. വെള്ള റോസെല്ലാം ഉണ്ട് സൈഡ് ഫുള്ള്. സൈഡ് ഫുള്ള് റോഡ് ചെടിയെല്ലാം ഐസ്. നല്ല റോഡിന്റെ സൈഡില് ഫുള്ള് ചെടി. ആ കണ്ടതിനെക്കാട്ട ബെറ്റർ എന്തായാലും. ഇത് ആഗ്രയാന്ന് തോന്നുന്നു. ആഗ്രയല്ലേ, ഡൽഹിയിലല്ലോ, ആഗ്രയല്ലേ? ആഗ്ര. അങ്ങനെ പൊല്യൂഷനൊന്നുമില്ല ഡൽഹിയിൽ. ആ പൊല്യൂഷൻ ആഗ്രയൊന്നുമില്ല. ആഗ്രയുള്ള നല്ല ഫുള്ളും മരവും എല്ലായിട്ട് സെറ്റാണ്. വണ്ടി പോകുമ്പോ എന്തോ വീണ്, ബൈക്കുകാരൻ എന്തോ വീണിട്ടുണ്ട്. നോക്കട്ടെ എന്നാണ്. നോക്ക, അയാളവിടെ നിർത്തിയിട്ടുണ്ട്. കാണുന്നത് എന്തോ അറിയില്ല, അയാളവിടെ നിർത്തിയിട്ടുണ്ട്. ഓടിയാ ഹായ്. വണ്ടി ഇടുന്നുണ്ട്, വണ്ടി ഇടുന്നുണ്ട്. എത്ര എടുത്തോട് പൈസ എടുത്തു കൊടുത്തിട്ടുണ്ട്. അയാളെ മുഖം കാണിക്കുന്നില്ല. കാണിച്ച് ഞാൻ ശീലാവണ്ട.
എടുത്തോട്ടുണ്ട്, സാധനം എടുത്തോട്ടുണ്ട്. സങ്കടായി ടാക്സ് നടത്തില്ല. ആ നോക്കണേ, നോക്കി പേടിപ്പിക്കുന്നു. ഞാൻ എടുത്തോണ്ട് കമ്പനി നോക്കി അയാളെ മുഖം കാണിച്ചില്ല, അയാള് ഫോണിൽ തന്നെ നോക്കുന്നുണ്ട്. കയ്യല്ല അടി മേടിക്കാന്. അടിയും മേടിച്ച് ഓടേണ്ടി വരും. അങ്ങനത്തെ നമ്മള് മൂന്നാളേ ഉള്ളൂ ഇവിടെ. അവരൊരു ടീമിലേക്ക് വിളിക്കുമ്പോ അയ്യോ, റോഡെല്ലാം ഫുള്ള് അടിപൊളിയാണ്. നാട്ടിക്ക് റോഡ് നാട്ടിക്കും പുല്ലും കപ്പലും. മര്യാദക്ക് വന്ന വഴി പോയാനോ, ഈ ഗൂഗിൾ മാപ്പെല്ലാം ഇട്ടിട്ട് എവിടെയെല്ലാം പോകുന്നുണ്ട്. എന്താവോ എന്തോ. നമ്മള് എക്സ്പ്ലോർ ചെയ്യണം നമ്മള്. എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യണം. നമ്മള് നാട്ടിലെ വഴിയിലൊക്കെ കണ്ടുപിടിക്കണം. അനക്ക് ഓർമ്മയുണ്ടാവില്ല. ഈ വീഡിയോ ഉള്ളോണ്ട് നമുക്ക് എടുത്തു നോക്കാം. വീഡിയോ എല്ലാം എടുത്തു നോക്കാം നമുക്ക്. സീനില്ല അത് നോക്കാം. എന്തായാലും പോകാറവാ, അഥവാ വഴി തെറ്റി തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചു വരാം. കിണ്ടി എനിക്ക് വരാന്താ. ആരൊക്കെ അടിക്കാൻ വെച്ചിട്ട് നമ്മളെ ടീമിനെ അടിക്കാൻ തീർച്ചയായില്ല. അത് തിരികെയില്ല. ചുമ്മാ വിഗ്രഹം അവിടെ എന്താ ചെറിയൊരു ഗണപതി എന്തുകൊണ്ട് താഴെ കുറെ സ്ട്രീറ്റ് ഫുഡ്സ് കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പഠിച്ച് തിന്നാനുള്ള ആഗ്രഹമുണ്ട്. തിന്നു കഴിഞ്ഞാൽ പിന്നെ ലൂസ് മോശം വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അതെല്ലാം ഉണ്ട്. ഏതാടാ എവിടെയാന്നാ? എവിടെ തന്നെയാ? ഒറ്റ എത്തിയില്ലെങ്കിൽ ആയിരിക്കും. അടിച്ചിണ്ടല്ലോ, അതിനെ കണ്ണു മാറ്റണം. ബിൽഡിംഗ് അല്ല പോലീസാന്ന് തോന്നുന്നു. പോലീസാന്ന് തോന്നുന്നു. ലൈറ്റ് ഓഫ് ആകല ഓൺ ആകുന്നുണ്ട്. പോലീസ് പോയി. നമ്മള് ക്യാമറ വാങ്ങി കയ്യല്ല ഫോണിന്റെ അടുത്ത് പോയി കയ്യല്ല. സ്റ്റാർട്ടിംഗ് വ്ലോഗ് ഒരു എൻഡിങ് വ്ലോഗിലേക്ക് മാറേണ്ടി വരും. അയ്യോ, വ്ലോഗ് കാണൂലാരും ഫോണെടുത്ത് പോയി കഴിഞ്ഞാല്. ഞാനറിയില്ല, പോലീസ് സ്റ്റേഷനിൽ അറിയില്ല. അയ്യോ താറ്. നമ്മളങ്ങനെ റൂമിന്റെ അടുത്ത് എത്തി. നമ്മളെ വണ്ടി നമ്മളെ വണ്ടിയല്ലേ ഇതല്ല. സോറി ഗൈസ്, ഇത് നമ്മളെ വണ്ടിയല്ല. മൈ മിസ്റ്റേക്ക്. ആരാ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതേടാ പോടാ, ഇങ്ങോട്ടേക്കൊന്നല്ല. എടാ അപ്പറ അത് ഗൈസ്. അയ്യോ ലണ്ടൻ കോഫി ക്ലബ്ബ്. കോഫി അടിച്ചാലോ പറ്റി? ഒരു കോഫി അടിച്ചാലോ? ഒരു കോഫിക്ക് നല്ല പൈസ ഉണ്ടാവും. അമ്മ അറിയില്ല, അതൊന്നല്ല. ആ പിള്ളേർ സുഡ് 2 കള്ളന്മാർ വരുന്നുണ്ട് ഗായ്സ്. നമ്മൾ നേരത്തെ കണ്ട ലണ്ടൻ കോഫി ക്ലബ്ബ് കയറാൻ പോകുന്നത്. ഒരു ബർഗർ ഒരു പപ്സിയും മേടിക്കാം നമുക്ക്. അതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് എന്താവോ എന്തോ. അതിലുള്ള കോഫി ചോക്ലേറ്റ്, കോഫി മിൽക്ക് ഷേക്ക്, ഫ്രഷ് ജ്യൂസ്. സാൻഡ്വിച്ച്, ബർഗർ അടിയുള്ള ബർഗർ
ബ്രേക്ക്ഫാസ്റ്റ് അപ്പുറം കുറച്ച് സാൻഡ്വിച്ച് അപ്പുറം നോക്കിയ സാൻഡ്വിച്ച് എല്ലാം പാസ്തല്ലേ ഉള്ളു. ബർഗറിന് ബർഗർ ചിക്കൻ പാറ്റി ബർഗർ ഉണ്ട് 220. മറ്റേ കോംബോ എടുക്കുന്ന ആ കോംബോ ആകുമ്പോ ഫ്രൈഡ് റൈസ് മറ്റേ അതിൽ ചിപ്സ് കിട്ടും. കോംബോ അതേതാ കോഫി തരാന്ന് വെച്ചിരിക്കാം. കോംബോ ഡെലിവറിക്കേ ഉള്ളൂ, അതായത് സൊമാറ്റോ ഡെലിവറി ചെയ്യുന്നതിനേ ഉള്ളൂ. ഡെലിവറിക്ക് സിംഗിൾ ബർഗർ മേടിക്കുക. നമുക്കൊരു പെപ്സി പിടിച്ച് കളിയാണ്. പെപ്സി ഉണ്ടോ? പെപ്സി ഒന്നുമില്ല. ഒന്നും തോണ്ട. 220 ഉറുപ്പ്യല്ല ഒരു ബർഗറിന്. അതുപോലെ പോലെ നടക്കൂല ചെന്നാറില്ല. മോള എന്താണ് ശരിയാക്കട്ടെ. TID മാൾ അല്ല ഇവിടെ കുക്കി മറ്റേ ഇവിടെ മറ്റേ കുപ്പി മാത്രമേ കാണുന്നുള്ളൂ. കുപ്പി കുപ്പി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നമ്മക്ക് പറ്റുന്ന ഇവിടെ മേടിക്കാനില്ല. കുപ്പി എടുത്ത് ഇറക്കിയാലോ? ബാക്കി എല്ലാ പീടിയ എടുത്ത്. ഇതെന്തോ ഷോപ്പ്. ഇതൊന്നും ഇല്ലടാ. മാളടച്ച് ഡ്രസ്സിന്റെ ഷോപ്പ് ഉണ്ട് ഓപ്പൺ ആയിട്ട്. ലേഡീസ് ഷോപ്പ് ലേഡീസിന്റെ എല്ലാം ഉണ്ട്. ബാക്കി എല്ലാം ക്ലോസ് ആയി. നമുക്ക് തിരിച്ചിട്ടാലോ? തിരിച്ചിടാം. ക്ലോസ് ആയി. ഇതെല്ലാം ഫുള്ള് ക്ലോസ് ആ. രണ്ട് കുപ്പീന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. 2 കാണണം. അത് നമുക്ക് ആവശ്യമില്ല. വലിയൊരു കുപ്പീൻ്റെ എവിടെയുണ്ട്? കുപ്പി ചിയേഴ്സ്. ഇന്ത്യൻ വൈൻ ബിയർ. കുപ്പി ആൽക്കഹോൾ ഇഞ്ചുറീസ് ടു ഹെൽത്ത്. അതുകൊണ്ട് ആരും കുടിക്കണ്ട. ഞാൻ കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മുകളിൽ മെട്രോ സ്റ്റേഷൻ. ആ 7-Up കോളേജിലുണ്ട്. അത് പഠിക്കുന്ന വാ 7-Up അന്നേ പഠിക്കാം. 7-Up കോളേജിൽ പഠിക്കാം. അല്ലാണ്ട് നമ്മള് കുപ്പിയും മറ്റേന്നും പഠിക്കൂല. ഗൈസ് ഒരു കോളന്റെ ക്യാൻ മേടിച്ചിട്ടുണ്ട്. 60 റുപ്യ. എക്സ്പെൻസീവ് കോള. ഇങ്ങോട്ടോ അതിനുണ്ട്. നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. അച്ഛനെ പിടിക്ക്. തന്നെയാ. നല്ല മധുരം. തൊട്ടായിന്നോ? അങ്ങനെ നൈറ്റ് നടത്തം കഴിഞ്ഞ് നമ്മള് ഹോട്ടലിലെത്തിയിട്ടുണ്ട്. ഇനി പോവാ. കിടന്ന്
ഉറങ്ങുക, അല്ലെങ്കിൽ കുറച്ചു നേരം ഫോൺ തോണ്ടിയിട്ട് കിടന്നുറങ്ങും. ലിഫ്റ്റ് കിടന്നുറങ്ങുക. രാവിലെ 4 മണിക്ക് എണീക്കണം. ബാക്കി പിള്ളേരുടെ ചവിട്ടി എണീപ്പിക്കണം. 5 മണിയാകുമ്പോഴേക്ക് വണ്ടി വരും. കേരളം പോണം. 6 ഉള്ളേ. ബാക്കി 2 സ്റ്റെപ്പ് കയറിയതുകൊണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. എല്ലാവരും കിടന്ന് എനിക്ക് നാളെ മോർണിംഗ് 4 മണിക്ക് എണീക്കണം. 5 മണിക്ക് ഫ്രഷ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. 5 മണിക്ക് എണീക്കണം. ഓക്കെ, 4 ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ.